അവധി ദിനങ്ങളാണ്. അമ്മ ജോലിക്ക് പോയതിനാൽ വീട്ടിലിരുന്ന് ബോറടിച്ചു. ശ്രീ വിജയനഗറിലുള്ള ബന്ധുവീട്ടിൽ പോയി വരാം. ഇതായിരുന്നു ജൂൺ 18-ാം തീയതി ആ 13-കാരി കണക്ക് കൂട്ടിയത്. വിചാരിച്ച സമയത്ത് ബന്ധുവീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചില്ല. സമയം രാത്രി 10:30. ഈ സമയത്താണ് ഇതുപോലെ ഒരു റിക്ഷയുമായി ബാബുറാം അങ്ങോട്ടേക്ക് എത്തുന്നത്. പെൺകുട്ടിയെ കണ്ട ബാബുറാം വാഹനം നിർത്തി. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് പെൺകുട്ടിയുടെ മറുപടി. കൊണ്ടാക്കാമെന്ന് പറഞ്ഞ ബാബുറാം പിന്നീട് പെൺകുട്ടിയെ കൊണ്ടുപോയത് വീട്ടിലേക്കായിരുന്നില്ല, മറിച്ച് ഹോട്ടലിലേക്കായിരുന്നു. മകളെ കാണാതായി 4 ദിവസത്തിന് ശേഷമാണ് പരാതിയുമായി അമ്മ റോക്കോ പോലീസിനെ സമീപിക്കുന്നത്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിൽ നിന്ന് തങ്ങൾ നടത്തുന്ന അന്വേഷണത്തിൽ മകളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ 4 ദിവസവും കുടുംബം. എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് റോക്കോ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുള്ള സദർ സ്റ്റേഷനിലേക്ക് കേസ് മാറ്റി. കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി ശ്രീ ഗംഗാനഗറിലുടനീളം അന്വേഷണം ആരംഭിച്ച പോലീസ് 23-ാം തീയതിയാണ് ജോയ് ഇന്നിലേക്ക് എത്തുന്നത്. ജോയ് ഇന്നിൽ ആരംഭിച്ച ദുരിതം 5 രാത്രികൾ, 4 ഹോട്ടലുകൾ, 32 പുരുഷ രൂപമുള്ള പിശാചുക്കളാണ് ആ 13-കാരിയുടെ ദേഹത്തെ ഓരോ രാത്രികളിലും കൊത്തിവലിച്ച് കീറിയത്. അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ വേദന അറിയാതിരിക്കാൻ മദ്യം നൽകി. പെൺകുട്ടിയെ കണ്ടെത്തിയതോടെ ഹോട്ടലുടമ മായങ്ക് സൈൻ, മാനേജർ ഹർദീപ് നാഥ്, ജീവനക്കാരനായ സച്ചിൻ എന്നിവരുടെ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. ഇത് പരിശോധിച്ചപ്പോഴാണ് ആവശ്യക്കാർക്ക് അയച്ചു നൽകാനായി എടുത്തുവെച്ചിരുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താനായത്. ഇതോടെ ഹോട്ടലിലെ രജിസ്റ്റർ, CCTV ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് എന്നിവയും പോലീസ് വീണ്ടെടുത്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഹോട്ടൽ തന്നെയാണ് ഈ കോക്കസിലെ മുഖ്യ കണ്ണിയെന്ന് പോലീസിന് മനസ്സിലായത്. ചികിത്സയിൽ കഴിയവെയാണ് പെൺകുട്ടിയെ പോലീസ് കൗൺസിലിങ്ങിന് വിധേയയാക്കുന്നത്. 30-ലേറെ പേർ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പെൺകുട്ടി മൊഴി നൽകുന്നതും അവിടെയാണ്. ക്രൂരമായ പീഡനത്തിന്റെ വ്യാപ്തി പോലീസിന് വ്യക്തമായതോടെ പ്രത്യേക അന്വേഷണത്തിന് തന്നെ ഒരു സംഘത്തെ നിയോഗിച്ചു. അന്വേഷണം ആരംഭിച്ച സംഘം ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തു. ഇവരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ബാക്കിയുള്ള പ്രതികളുടെ എല്ലാം പേരുകൾ പോലീസിനോട് ഏറ്റുപറഞ്ഞത്. 27-ാം തീയതി ആയിട്ടും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ശ്രീ ഗംഗാനഗറിൽ പ്രദേശവാസികൾ വലിയൊരു പ്രതിഷേധം തന്നെ ആരംഭിച്ചു. പ്രതിഷേധം അണപൊട്ടിയതോടെ ജൂലൈ 1-ന് സൂര്യനു മുമ്പ് ശ്രീ ഗംഗാനഗറിനെ തേടിയെത്തിയത് ബുൾഡോസറുകളായിരുന്നു. ഹോട്ടൽ സാഫിയർ, ഹോട്ടൽ ഡ്രീം, ഹോട്ടൽ ജോയ് ഇൻ എന്നിവ മണിക്കൂറുകൾ കൊണ്ട് മൺകൂമ്പാരമായി മാറി. ബുൾഡോസറുകൾ ഉപയോഗിച്ചുള്ള പൊളിച്ചുമാറ്റം നടന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അറസ്റ്റുകൾ ആരംഭിക്കുകയായിരുന്നു. പിടിയിലായ ഹോട്ടൽ ജീവനക്കാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 18 പേരെ പിടികൂടാൻ പോലീസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും സാധിച്ചു. പെൺകുട്ടിയെ ക്രൂരമായി പിച്ചു ചീന്തിയ 14 പേർ ഇപ്പോഴും നിയമത്തിന്റെ പിടിക്ക് പുറത്താണ്. പക്ഷേ ഇവരിലേക്കും എത്രയും പെട്ടെന്ന് എത്താനാകുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. പെൺകുട്ടിയുടേതെന്ന പേരിൽ പണ്ടെങ്ങോ നടന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചില റീച്ചിന് വേണ്ടി പങ്കുവെക്കുകയാണ്. പീഡിപ്പിച്ചില്ലെങ്കിലും ഈ ചെയ്യുന്നതും ആ 13-കാരിയോടുള്ള ക്രൂരത തന്നെയാണ്. ടീം മാതൃഭൂമി ന്യൂസിനോടൊപ്പം വിഷ്ണു പ്രസാദ്, ഡൽഹി.